എന്നാണ് ക്യാരക്ടറിന്റെ പേര്. സുജിത് രാജ്. ഓ സോറി പറയണം. അതെ അതെ എന്റെ പേരിനാണ്. പേര് പുറത്ത് പറഞ്ഞല്ലോ. ഇല്ല ഇല്ലല്ലേ, അതൊരു കോൺടെസ്റ്റ് ഒക്കെ ആയിട്ട് വെക്കും. അത് കോൺടെസ്റ്റ് ആവുമായിരിക്കും ചിലപ്പോ. ഫസ്റ്റ് ഷോക്ക് കയറാതെ പുറത്ത് ആ കോൺടെസ്റ്റിൽ പങ്കെടുത്തോളാൻ പറഞ്ഞു. ഓക്കെ, ഇവിടെ വന്നപ്പോ ഒരു സൈലന്റ് ആയിട്ടിരിക്കാണ് സംഗീതേട്ടൻ. എന്ത് പറ്റി? ഇന്നൊരു ഉഷാറില്ലാത്ത സെയിം ടീം ആയതുകൊണ്ടാണോ? നിങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കല്ലേ, ഞാൻ ആലോചിക്കായിരുന്നു സ്പോയിലേഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾ വലിയ ഇതൊക്കെ വിമർശിച്ചിട്ട് നിങ്ങളുടെ ഉള്ളിൽ അതാ നിങ്ങൾക്ക് തോക്കെടുത്ത് വെടിവെക്കാൻ തോന്നാറില്ല? അല്ലല്ല, കണ്ടന്റ് എടുത്ത് പുറത്തു വിടണതും നിങ്ങളുടെ കണ്ടന്റ് എടുക്കണതെന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള കാര്യമല്ല, വ്യത്യസ്തമായിട്ടുള്ള കാര്യമല്ല. എല്ലാ രീതിയിലും ഫ്രഷ് ആയിട്ട് സിനിമ ഒരാൾ കാണുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ഭയങ്കര സന്തോഷം. അത് പക്ഷെ അപ്പൊ ഞങ്ങളുടെ വയറ്റിപ്പഴപ്പിനെ ബാധിക്കുന്നത്. പക്ഷെ ഞങ്ങളെ പറ്റിപ്പഴപ്പാണ്. നിങ്ങൾക്ക് പ്രൊമോഷൻ ഇല്ലാണ്ട് ജീവിക്കാം. ഇതിപ്പോ വേറെ ചർച്ച ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇതിലൊരു ടാഗ് ലൈൻ വന്നിട്ടുണ്ടായിരുന്നു മോളിവുഡ് ടൈംസിന്, ഹെയ്റ്റ് ലെറ്റർ ടു മലയാളം സിനിമ എന്ന്. അതിപ്പോ അത് കാണാനില്ല. ഇപ്പൊ അത് കാണാനില്ല. അത് പോട്ടെ, അങ്ങോട്ട് തിരിച്ചു പോവാ. അപ്പൊ അതായത് ഞങ്ങളിപ്പോ കുറച്ച് മലയാള സിനിമയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ലവ് ലെറ്റേഴ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട്, കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ടുള്ളത്. സോ ഒരു വാമ്പ് പോലെ, നമ്മുടെ ഗെയിംസ് കൊണ്ട് വാമ്പ് പോലെ ഈ ലവ് ലെറ്റേഴ്സിന്റെ ഒരു ചെറിയ ഭാഗം ഞങ്ങൾ പറയും. അതേതാണ് ആ സിനിമ എന്ന് പറയാം. ഇത് നമ്മുടെ ആക്ച്വൽ ഗെയിമായിട്ട് ബന്ധമൊന്നുമില്ല, നല്ലൊരു വാമ്പിന് വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ, നിങ്ങളുടെ ഒരു രസം, ഞങ്ങളുടെ ഞങ്ങൾക്കെല്ലാം എന്റർടൈൻമെന്റ്. ഓക്കെ, ഫസ്റ്റ്, എന്റെ ചക്കരക്കുട്ട, എത്ര കാലമായി വേഴാമ്പലിനെ പോലെ ഞാൻ മഴയായി പെയ്യുന്നത്. ഈ ഒരു സ്പിരിറ്റ് ആണ് ഞങ്ങൾക്ക് വേണ്ടത്. അതെ, ഇവർക്ക് ഇന്ന് സ്പിരിറ്റ് കുറച്ച് കുറവാ, കുറച്ച് റെഡി ആയിക്കോളും. അടുത്ത കത്ത്, നെക്സ്റ്റ് കത്തിന്റെ ലൈനാണ്, ഈസ്റ്റ് ഓർ വെസ്റ്റ് യു ആർ ദി ബെസ്റ്റ്. വെരി സിമ്പിൾ. പുറംഭാഗത്ത് എഴുതുന്ന വേറൊരു കത്താ, ഈസ്റ്റ് ഓർ വെസ്റ്റ് യു ആർ ദി ബെസ്റ്റ്. അല്ലല്ല, റീസെന്റ് 2010 ശേഷം ഇറങ്ങിയ പാടാ, ഭയങ്കര ഐക്കോണിക് സ്റ്റേജറുള്ള ഒരു പാടാ. സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷൻ ഒക്കെ കാണിച്ചിട്ടുണ്ട് ഹോമില്. ആ പടത്തിലൊരു എലമെന്റുമായി ബന്ധപ്പെട്ട ഷർഫുഖിയുമായി ചേർന്ന് നിൽക്കുന്ന സിനിമയാണ് അടുത്തത്. നീ അയച്ച കത്തുകൾ വായിച്ച് സന്തോഷിക്കുന്നു. ദൈവകൃപയാൽ നിനക്ക് ക്രിസ്തുവിന്റെ മണവാട്ടിയാവാൻ അവസരം കിട്ടിയ വിവരം അറിയിക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ മഴ എന്ന് നിന്റെ മൊയ്തി. ബാക്ക്ഗ്രൗണ്ടിൽ മഴ. ഷർഫുഖി ഈ പടത്തിനെ പറ്റിയിട്ട് വളരെ വാചാലനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്ലാസിക് സിനിമയാണ്, ലാലേട്ടനുള്ള സിനിമയാണ് തൂവാനത്തുമ്പികൾ. യെസ്, അടിപൊളി. അതാണ് 2010 ശേഷം. ഞാൻ എന്റെ കണക്ഷനിൽ അടിച്ചു പോയേക്കുമായിരുന്നു. ഞാൻ എന്റെ ഇത് പടത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. ഫൈനൽ ഒരെണ്ണം കൂടി ഉണ്ട്. ചോട്ടൻ എന്നെ വറുക്കരുത്. അടിച്ചിട്ട് പറ. കനൽ കാറ്റ്. കറക്റ്റ്, അടിപൊളി. അപ്പൊ ഈ ഒരു വൈബാണ് ഞങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതെ, ഈ ഒരു വൈബിലാണ് നമ്മൾ നമ്മളുടെ ഷോ മുന്നോട്ട്. നമ്മുടെ ഒഫീഷ്യൽ നമ്മുടെ ഗെയിം നടക്കാൻ പോവാണ്. അതായത് ചോദിക്കുന്നു, ആരാദ്യം ബസ് അടിക്കുന്നു അവരാണ് ഉത്തരം പറയേണ്ടത്, അല്ലാതെ പറയുന്ന എല്ലാ ഉത്തരങ്ങളും അസാധുവായിരിക്കും. ഓക്കെ, സെറ്റ്. അപ്പൊ നിങ്ങൾക്ക് ടീമിന് ഒരു പേരിടണമെങ്കിൽ പെട്ടെന്ന് പേരിടാം. പേര് വേണോ? കണ്ടാ മനസ്സിലാവുമല്ലോ. പിന്നെ അങ്ങനെ ആവട്ടെ, കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ അടിച്ചു മോനന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സെഷൻ ആണിത്. കുസൃതി ചോദ്യം റൗണ്ട് ആണ്. ഓക്കെ, അപ്പം കുറച്ച് ആലോചിച്ച് പറയേണ്ടതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ, സ്വന്തം പേര് വിളിച്ച് പറഞ്ഞു നടക്കുന്ന ജീവി. സ്വന്തം പേര് വിളിച്ച് പറഞ്ഞു നടക്കുന്ന ജീവി. വളരെ ലോക്കലായിട്ട് വളരെ താഴ്ന്ന രീതിയിൽ ചിന്തിച്ചാൽ മതി. ചളി ചോദ്യങ്ങളാണ്. ഇതപ്പം നിങ്ങൾ ജയിക്കാൻ ഞാൻ ആദ്യം വിചാരിച്ചു. ഒട്ടും ചിന്തിക്കാതെ കഴിച്ചാൽ ദഹിക്കാത്ത ഉപ്പിലിട്ട് വെക്കുന്ന വസ്തു. എന്തെങ്കിലും ഒന്ന് ഉപ്പിലിട്ട് വെക്കുന്ന വസ്തു. കഴിച്ചാൽ ദഹിക്കില്ല, പക്ഷെ ഉപ്പിലിട്ട് വെക്കും. ഇത് ഉപ്പിലിട്ട് വെക്കുന്ന സാധനങ്ങൾ. ക്ലൂ ഉണ്ടോ? ഇത് ഒരളവുമായി ബന്ധപ്പെട്ട ഈ സാധനത്തിന്. അതില്ലാതെ നമുക്കൊന്നും
ആ സ്പൂണാ യെസ് Okay. അത് ഞാൻ നല്ലൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണോ നിങ്ങള് ഇത് ഇവര് ജയിക്കും. കാക്കയേക്കാൾ brilliant. ഓക്കെ, ഇനി കുറച്ച് ആലോചിക്കാനുള്ളതാണ്. ഓ ശരി. കേരളത്തിന് പുറത്തും നമുക്ക് ഉപയോഗിക്കാവുന്ന മലയാള മാസം. കേരളത്തിന് പുറത്തും നമ്മൾ ഇത് ഉപയോഗിക്കും ഈ ഒരു വേർഡ്. വളരെ ക്രിഞ്ചുള്ള ചെളിയായ ചോദ്യം. ആ മാസം, മലയാള മാസം, മലയാള മാസം. കർക്കിടകം ഒക്കെ പോലത്തെ ഒരു മാസം. മേഡം വൃശ്ചികം. Oh my God. മേഡം പുറത്ത് ഉപയോഗിക്കാലോ. ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു? നന്നായിട്ടുണ്ട്. ഞങ്ങൾ അതിലേക്ക് എത്തുന്നേ ഉള്ളൂ. ഭയങ്കര ത്രില്ല. ഇവരാദ്യം ഇന്നത് ഇവന്റെ ഡോർ കടന്നപ്പോഴേ ഇന്നായിരുന്നു. രണ്ടക്ഷരം പോയാൽ ഒന്നാകുന്ന ഇംഗ്ലീഷ് വാക്ക്. രണ്ടക്ഷരം പോയാൽ ഒന്നാകുന്ന ഇംഗ്ലീഷ് വാക്ക്. ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇതിന്റെ ക്ലൂ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ ശരീരത്തോട് ചേർന്ന് രണ്ടക്ഷരം പോയാൽ ഒന്നാവുന്ന ഇംഗ്ലീഷ് വാക്ക്. രണ്ടക്ഷരം പോയാൽ ഒന്നാവുന്ന ഒരു ഇംഗ്ലീഷ് വാക്ക്. നമ്മുടെ ശരീരത്തോട് ചേർന്നിരിക്കുന്ന, ആ, നമ്മൾക്ക് ഇതില്ലാതെ ജീവിക്കാൻ നമുക്കിതില്ലാതെ പറ്റാത്ത, പറ്റത്തില്ല. രാത്രി മാത്രം നമ്മൾ മാറ്റി വെക്കുന്ന, ഐ മീൻ ഉറങ്ങുമ്പോ മാത്രം. ആ യെസ് യെസ് അതെ, അതാണ് correct. ഉറങ്ങുമ്പോ എപ്പോഴും മാറ്റി വെക്കണം നിർബന്ധമില്ല. ചിലപ്പോ രണ്ടക്ഷരം മാറ്റി വെച്ചാൽ ഒന്നാവുന്ന ഇംഗ്ലീഷ് വാക്ക്. പറഞ്ഞോ. ആ ഫോൺ. ഇത് അടിച്ചിട്ടാണ് പറയേണ്ടത്. ഇങ്ങനെ കിട്ടി. അടിക്കാതെ പറഞ്ഞ അസാധുവല്ലേ? അടിച്ചല്ലോ. അതായത് ചോദ്യത്തിന്റെ ഉത്തരവല്ല പറഞ്ഞ, രാത്രി മാത്രം മാറ്റി വെക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ്. ഓ ഫോണിന്റെ pH മാറ്റി കളഞ്ഞാൽ വണ്ണാവുമല്ലോ. ഒന്നാകുമല്ലോ. ഒന്ന് എങ്ങനെയുണ്ട്? ഒരുപാട് നസ്ലിൻ അങ്ങനൊന്നും ചിന്തിച്ചില്ല. ഓക്കെ, ഇവനാകെ ഫോൺ ഉറങ്ങുമ്പോ ഇത് കുറച്ച് ചിന്തിക്കേണ്ട കുറച്ച് ലോങ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ച് ലോങ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് എപ്പോഴും നമ്മുടെ അടിയിലായിരിക്കും. ആദ്യത്തെ അക്ഷരം മാറ്റിയാൽ നമ്മുടെ മുകളിലാകും. ആദ്യത്തെ രണ്ടക്ഷരം മാറ്റിയാൽ നമ്മുടെ ചുറ്റുമാകും. എന്താണിത്? ഒന്ന് ആലോചിക്ക്. ആ ചോദ്യം ഒന്ന് മറന്നുപോയുള്ളൂ. ഇത് എപ്പോഴും അല്ല ഒന്ന് മൈൻഡ് മാറിപ്പോയതാണ്. അത് ഓക്കെയാണ്. ഇത് നമ്മുടെ അടിയിലായിരിക്കും. ആദ്യത്തെ രണ്ടക്ഷരം മാറ്റിയാൽ നമ്മുടെ മുകളിലാകും. ആദ്യത്തെ രണ്ടക്ഷരം മാറ്റിയാൽ നമ്മുടെ ചുറ്റുമാകും. ഒരു വസ്തുവാണ്. ആദ്യം താഴെയായിരിക്കും. ആദ്യത്തെ രണ്ടക്ഷരം മാറ്റിയാൽ മുകളിലായിരിക്കും. മുകളിലായിരിക്കും. ആദ്യത്തെ ഒരക്ഷരം മാറ്റിയാൽ നമുക്ക് ചുറ്റുമായിരിക്കും. ആദ്യത്തെ ഒരക്ഷരം മാറ്റിയാൽ അല്ല അതിൽ എയർ ഉണ്ടല്ലോ, എയറൊക്കെ ചുറ്റും ഉണ്ടല്ലോ. നിങ്ങൾ ആ ചിന്തയിൽ നിന്നൊക്കെ മാറും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങളെ അല്ല, അത് അവരോട് പറയൂ. സാധനങ്ങളായിട്ടുള്ള ഒരു ബന്ധം. ഇതൊരു വസ്തുവാണ്. അല്ല, അതൊരു വസ്തു അല്ല. മതി ഞാൻ വസ്തു തന്നെ ഗ്ലൂ. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ ആ സാധനം വേണം. ആദ്യത്തെ അക്ഷരം മാറ്റിയാൽ മുകളിലായിരിക്കും. ഏത് സദസ്സിൽ പോയാലും കാറല്ലല്ലോ. ഏത് സദസ്സിൽ പോയാലും ഇത് അത്യാവശ്യമാണ്. എന്തോ ഫാനാണോ? കാർ സദസ്സില ഏത് സദസ്സിൽ പോയാലും നിങ്ങളെ വെൽക്കം ചെയ്ത് വെൽക്കം ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു വലിയ ക്ലൂ പറയാം. നമുക്കിങ്ങനെ കൊറേ നേരം നിക്കുമ്പോ എന്താ തോന്നാ? കൊറേ നേരം നിക്കുമ്പോ എന്താ തോന്നാ? കാല് കഴിക്കുമ്പോ ചോദ്യത്തിന് നിങ്ങൾ പറയാൻ